ആധുനിക ഭൗമരാഷ്ട്രീയത്തിൽ ഒരു സൈനിക വിഭാഗം എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ ഭരണകൂടം, സമ്പദ്വ്യവസ്ഥ, വിദേശനയം എന്നിവയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി ലോകത്തുണ്ടാകില്ല. ഇറാന്റെ കാര്യത്തിൽ ആ ശക്തിയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അഥവാ IRGC. അമേരിക്കയുമായുള്ള ദീർഘകാലത്തെ ശത്രുതയിലും പശ്ചിമേഷ്യയിലെ യുദ്ധമുഖങ്ങളിലും ഇറാന്റെ നട്ടെല്ലായി നിൽക്കുന്നത് ഈ സേനയാണ്. ഏകദേശം 1,90,000 സജീവ അംഗങ്ങളും ദശലക്ഷക്കണക്കിന് സന്നദ്ധ സേനാംഗങ്ങളുമുള്ള IRGC ഇന്ന് ലോകത്തെ ഏറ്റവും സങ്കീർണമായ സൈനിക ഘടനകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള റുഹുള്ള ഖമേനിയാണ് IRGC രൂപീകരിച്ചത്. ഒരു വിപ്ലവം നടന്ന രാജ്യത്ത് നിലവിലുള്ള പരമ്പരാഗത സൈന്യത്തെ പൂർണ്ണമായും വിശ്വസിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അവർ പഴയ ഷാ ഭരണകൂടത്തോട് കൂറുള്ളവരായിരിക്കാം എന്ന ഭയമാണ് ഒരു സമാന്തര സൈന്യത്തെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. തുടക്കത്തിൽ തെരുവ് പോരാളികളുടെ ഒരു കൂട്ടമായിരുന്നു IRGC. 1980 സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഇറാഖ് ഇറാനെ ആക്രമിച്ചതോടെയാണ് ഒരു പ്രൊഫഷണൽ സൈന്യമായി പരിണമിച്ചത്. 8 വർഷം നീണ്ടുനിന്ന ആ രക്തരൂഷിതമായ യുദ്ധത്തിൽ മനുഷ്യമതിൽ തീർത്ത് ശത്രുക്കളെ പ്രതിരോധിച്ച IRGC ഇറാന്റെ ദേശീയ വികാരത്തിന്റെ ഭാഗമായി മാറി. IRGC വെറും ഒരു കാലാൾപ്പടയല്ല, അവർക്ക് സ്വന്തമായി കരസേനയും നാവികസേനയും വ്യോമസേനയുമുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാനമായ മിസൈൽ പദ്ധതികളും ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷയും ഇവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. പേർഷ്യൻ ഗൾഫിലും ഹോർമുസ് കടലിടുക്കിലും IRGCയുടെ നാവികസേനയാണ് ആധിപത്യം പുലർത്തുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ നേരിടാൻ ചെറിയ വേഗമേറിയ ബോട്ടുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള അസമീകൃത യുദ്ധമുറ ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമാണുള്ളത്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പ്രവർത്തിപ്പിക്കുന്നത് IRGCയുടെ വ്യോമ വിഭാഗമാണ്. IRGCയുടെ ഏറ്റവും അപകടകാരികളായ വിഭാഗമാണ് ഖുദ്സ് ഫോഴ്സ്. ഇറാന്റെ അതിർത്തിക്ക് പുറത്തുള്ള രഹസ്യ ഓപ്പറേഷനുകളും സൈനിക നീക്കങ്ങളും ഇവരാണ് നടത്തുന്നത്. പരേതനായ ജനറൽ ഖാസിം സുലൈമാനിയുടെ നേതൃത്വത്തിൽ ഈ വിഭാഗം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. ലെബനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ മിലീഷ്യകൾ എന്നിവർക്ക് പരിശീലനവും ആയുധവും നൽകുന്നത് ഖുദ്സ് ഫോഴ്സ് ആണ്. നേരിട്ട് യുദ്ധം ചെയ്യാതെ തന്നെ ശത്രുരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് സാധിക്കുന്നത് ഈ പ്രോക്സി തന്ത്രത്തിലൂടെയാണ്. ഇറാഖിലും സിറിയയിലും ISISനെതിരെയുള്ള പോരാട്ടത്തിൽ ഇവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. IRGC തകർക്കാൻ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് അവരുടെ ശക്തമായ സാമ്പത്തിക അടിത്തറ കാരണമാണ്. ഇറാന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1/3 IRGCയുടെ നിയന്ത്രണത്തിലുള്ള കമ്പനികളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. നിർമ്മാണ മേഖലയിലെ ഭീമൻ കമ്പനിയായ ഖാതം അൽ അൻബിയ ഇവരുടേതാണ്. അണക്കെട്ടുകൾ, റോഡുകൾ, റെയിൽവേ, എണ്ണ ശുദ്ധീകരണ ശാലകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഇവർക്ക് കുത്തകയുണ്ട്. കൂടാതെ ടെലികോം, ബാങ്കിംഗ്, മാധ്യമം എന്നീ മേഖലകളിലും ഇവർക്ക് വലിയ നിക്ഷേപങ്ങളുണ്ട്. ഈ സാമ്പത്തിക സ്വയം പര്യാപ്തത അവരെ രാഷ്ട്രീയമായി കൂടുതൽ കരുത്തരാക്കുന്നു. അമേരിക്കൻ വിദേശ നയത്തിൽ IRGC എന്നും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. 2002 ജോർജ് W. ബുഷ് ഇറാനെ തിന്മയുടെ അച്ചുതണ്ട് എന്ന് വിളിച്ചപ്പോൾ പ്രധാന ലക്ഷ്യം IRGC ആയിരുന്നു. 2019 ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം IRGC ഒരു വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക സൈനിക വിഭാഗത്തെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായി. 2020 ജനുവരിയിൽ ബാഗ്ദാദിൽ വെച്ച് ഖാസിം സുലൈമാനിയെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചതോടെ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലെത്തി. ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ട് IRGC ഇതിന് മറുപടി നൽകി. IRGC എന്നത് കേവലം ഒരു സംഘടനയല്ല, മറിച്ച് അതൊരു ആശയമാണ്. നേതാക്കൾ കൊല്ലപ്പെട്ടാലും താഴെത്തട്ടിലുള്ളവർക്ക് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന വിധത്തിലാണ് ഇതിന്റെ ഘടന. കൂടാതെ ബാസിച്ച് എന്ന പേരിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ആളുകൾ ഈ സേനയുടെ ഭാഗമാണ്. ആഭ്യന്തര സുരക്ഷ മുതൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വരെ ഇവർ സജീവമാണ്. ഇത് IRGCക്ക് വലിയ ജനകീയ അടിത്തറ നൽകുന്നു. രാജ്യത്തിന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയോട് നേരിട്ട് ഉത്തരവാദിത്തമുള്ള ഈ സേനയ്ക്ക് ഇറാന്റെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. പല മുൻ IRGC കമാൻഡർമാരും ഇന്ന് ഇറാന്റെ പാർലമെന്റിലും മന്ത്രിസഭയിലും നിർണായകമായ സ്ഥാനങ്ങൾ വഹിക്കുന്നു. നിലവിലെ US ഇറാൻ സംഘർഷത്തിൽ IRGC തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൈനികമായ കരുത്തിന് പുറമെ സൈബർ യുദ്ധമുറകളിലും ഇവർ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകളുടെ നീക്കം തടസ്സപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുമെന്നത് ആഗോള എണ്ണ വിപണിയും സമ്മർദ്ദത്തിലാക്കുന്നു. IRGCയെ വെറും ഒരു സൈനിക വിഭാഗമായി കാണുന്നത് വലിയ തെറ്റായിരിക്കും. അതൊരു ഡീപ് സ്റ്റേറ്റ് ആണ്. ഇറാന്റെ നിലനിൽപ്പിനും വിപ്ലവത്തിന്റെ തുടർച്ചയ്ക്കും വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറായ ഒരു ശക്തി. പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ അവരെ തളർത്തുന്നതിന് പകരം കൂടുതൽ ഐക്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ IRGC അവഗണിച്ചുകൊണ്ടുള്ള ചർച്ചകൾ അസാധ്യമാണെന്ന് ലോകം തിരിച്ചറിയുന്നു.